എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. കാറിനുള്ളിൽ കയറിയിരിക്കുവാണോ? എന്താ എന്റെ ഉദ്ദേശം? കാറിനുള്ളിൽ കയറിയിരിക്കാന്ന് രണ്ടുപേരുടെ ഭയങ്കര ചൂട് പുറത്ത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, പീഡന കേസിലൂട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളിയാണ്. നായകന്മാർക്ക് വെടിവെച്ച് നൽകാനായിട്ട് ഔട്ട് ഓഫ് ഫോക്കസിലെ കുറച്ച് ജീവിതങ്ങൾ. ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ. ഇതുപോലുള്ള സംസ്കാരശൂന്യമായ വർത്താനം ഇനി എന്റെ അടുത്ത് പറയരുതട്ടെ. തേങ്ങ പൊതിച്ച ജാതി ഒരു മോന്തായിട്ട് വന്ന് നിന്നോളും. തീയിൽ കുരുത്തത്. എത്ര ഷൂട്ടുകൾ. എന്തായാലും അണ്ണാറക്കടന് തന്നാലായത്. എന്താ തമ്മിൽ ഒരു പൊട്ടം കളി? വരണടാ, ആര് റൊമാൻറ്റിക് വരണടാ. എന്തൊരു സുഖം. കുറച്ചും കൂടി മതി. ഉമ്മ വെച്ച് പരിചയമില്ല, അങ്ങോട്ട് കൊടുക്കുമാരേട്ടാ. അല്ല ഉമ്മ വെച്ച് പരിചയമില്ലാത്തോണ്ടല്ലേ? ഏതാടാ നീ? എങ്ങനെ ഒപ്പിച്ചു? പരിചയമില്ലല്ലോ. ആരോടാ? ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? അല്ലേ ഉണ്ടോ? ഞാനില്ലാന്നട്ടാ വിചാരിച്ചത്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ആ വാശൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? ഇനി അത് ഒരു ദിവസം കൊച്ചിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്, ഫ്ലാറ്റിലേക്ക് കൊടുക്കാൻ. വന്നാ കൊടുക്കാം. അതെ, ഇതുകൊണ്ട് വല്ല ബൂസ്റ്റൊക്കെ വെച്ച് കഴിക്ക്. ചാള വറുത്തതുപോലെ വരുന്നത്. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. 3-4 ദിവസം ഉണ്ടായിരുന്നു. അന്ന് പോയിട്ട് വന്നില്ല. വെറുതെ അല്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇന്റർവ്യൂ ഒക്കെ വരുമ്പോ അവിടെ വന്നില്ല. ചേച്ചി ഹോട്ടലെടുത്താണ് നിൽക്കല് വളരെ കുറവാണ്. ഞാൻ ഭയങ്കര കോസ്റ്റ്ലിയാ. 4 ദിവസം ഉണ്ടായിരുന്നു. നമ്മള് പുറത്തൊക്കെ ഇറങ്ങാൻ പോയി, ഫുഡ് കഴിക്കാൻ പോയി, കൊച്ചി കൈ പഠിക്കുക. ഈലും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, ചാണകം. വാങ്ങിച്ചു തിന്നോളി. ഇതെല്ലാം എന്തായി അതൊക്കെ ഇപ്പൊ മിസ് ചെയ്യണം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് ക്യാമറ ഓൺ ചെയ്തില്ല. സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. ഇതിലെ സീരിയല് മാത്രമല്ല ന്യൂസും ഉണ്ട്, അത് പലപ്പോഴും കാണുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.